സ്വർഗത്തിന്റെ ദൂത് ലഭിച്ചവൾ, ദൈവമാതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടവൾ, ദൈവകൃപ നിറഞ്ഞവൾ, പരിശുദ്ധാത്മാവിൻ നിറഞ്ഞവൾ. ഈ കിട്ടിയ അനുഭവം, ഈ കൃപ, ഇതൊന്ന് ആരെങ്കിലുമായിട്ട് പങ്കുവയ്ക്കുവാൻ അവൾ നോക്കിയപ്പോൾ തന്നെ മനസ്സിലാക്കുവാൻ, താൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ, തന്നെ ഉൾക്കൊള്ളുവാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് മനസ്സിലായി അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എലിസബത്തിന്റെ ഭവനത്തിലേക്ക്. അവൾക്ക് തന്നെ മനസ്സിലാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എലിസബത്തിന് ഉദരത്തിലായിരുന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു തുള്ളിച്ചാടിയെന്ന് നാം വചനത്തിൽ വായിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയിൽ നിന്നും പരിശുദ്ധാത്മാവ് എലിസബത്തിലേക്കും കുഞ്ഞിലേക്കും നിറയപ്പെടുന്നു. അവർ സന്തോഷചിത്തരായി, അവിടെ ആനന്ദമുളവായി, സമാധാനം നിറഞ്ഞവരായി. സ്നേഹമുള്ളവരെ, നാം പ്രവേശിക്കുന്ന ഭവനങ്ങളിലേക്ക് ഇതുപോലെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സമാധാനം നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മിൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവ്, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമുക്കറിയാം, പ്രസവ സമയമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അമ്മമാരായിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഉണ്ടാകുന്ന വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ, ആകുലതകൾ, ദുഃഖങ്ങൾ, ഭാരം, ഈ അസ്വസ്ഥതകളൊക്കെ പേറിക്കൊണ്ട് പരിശുദ്ധയമ്മയും യോസേപ്പ് പിതാവും കൂടെ സത്രങ്ങൾ തോറും കയറി ഇറങ്ങുകയാണ് ഇടം ചോദിച്ച്. ഒരു വാതിൽ പോലും അവരുടെ മുൻപിൽ തുറക്കപ്പെടുന്നില്ല. എല്ലാ വാതിലുകളും അവർക്ക് നേരെ കൊട്ടിയടയപ്പെടുന്നു. ഈ അവസരങ്ങളിലും ഈ വേദന നിറഞ്ഞ് ആയിരിക്കുന്ന അവസ്ഥയിലും പരിശുദ്ധ അമ്മ ആത്മസംയമനത്തോടുകൂടി ആയിരിക്കുന്നു. തൻ്റെ ജീവിത പങ്കാളിയെ കുറ്റപ്പെടുത്തി ഒരു വാക്കുപോലും അമ്മ പറയുന്നില്ല. പഴി പറയാതെ, പരാതിപ്പെടാതെ സഹിക്കുന്ന പരിശുദ്ധ അമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ജീവിത പങ്കാളി ഒരുക്കിയ ഇടം സമാധാനത്തോടെ, സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മ. ആരും എന്നെ സ്നേഹിക്കുന്നില്ല, ഞാൻ കഷ്ടപ്പെടുന്ന ആരും കാണുന്നില്ല, എൻ്റെ ദുഃഖങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്കാരുമില്ല, എൻ്റെ ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി എന്നൊക്കെ ചിന്തിച്ച് ജീവിതം മടുത്ത് ജീവിക്കുന്ന അമ്മമാരാണ് ഏറെയും. പ്രിയപ്പെട്ട അമ്മമാരെ, ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരുമില്ല. പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് തിരിയാം. പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ പാഠമുണ്ട്. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആത്മസംയമനത്തോടെ, തൃപ്തിയോടെ ജീവിക്കുന്ന പരിശുദ്ധ അമ്മ ഉള്ളതിൽ തൻ്റെ ദുഃഖങ്ങൾ, വേദനകൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്കാരുമില്ല, എൻ്റെ ജീവിത പങ്കാളിയോ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി എന്നൊക്കെ ചിന്തിച്ച് ജീവിതം മടുത്ത് ജീവിക്കുന്ന അമ്മമാരാണ് ഏറെയും. പ്രിയപ്പെട്ട അമ്മമാരെ, ഇങ്ങനെയുള്ള എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആത്മസംയമനത്തോടെ, തൃപ്തിയോടെ ജീവിക്കുന്ന പരിശുദ്ധ അമ്മ, ഉള്ളതിൽ തൃപ്തി അടയുന്ന പരിശുദ്ധ അമ്മ, ആ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയാക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് തരുന്ന വലിയ മാതൃക അതാണ്. നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും അതാണ്. ഉത്തമയായ ഭാര്യയായി, നല്ല വ്യക്തികളായി, നല്ല അമ്മയായി നമുക്ക് മാറാം. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾക്ക് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനെയും തൻ്റെ ജീവിത പങ്കാളിയെയും ചേർത്ത് പിടിച്ചതുപോലെ വേദനകളിലും വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പരാതി പറയാതെ, പഴി പറയാതെ, കുറ്റപ്പെടുത്താതെ, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആത്മസംയമനത്തോടുകൂടി അവരെ ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്നവരായി ജീവിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. അതിനുള്ള കരുത്തും ശക്തിയും ബലവും നമ്മുടെ അമ്മ നമുക്ക് പകർന്നു തരും. മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയ